ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിൽ പത്തനംതിട്ട സർക്കാർ സ്കൂളിന് ഗേറ്റ് സ്ഥാപിച്ചു. സ്കൂൾ മുറ്റം പൊതുവഴിയായി ഉപയോഗിച്ചിരുന്ന പ്രദേശവാസികൾ തടഞ്ഞ ഗേറ്റ് നിർമ്മാണമാണ് പോലീസ് കാവലിൽ പൂർത്തിയായത്. അരനൂറ്റാണ്ടിലധികമായി സ്കൂളിന് പിന്നിലെ പ്രദേശത്തെ താമസക്കാരുടെ വഴി സ്കൂളിന്റെ മുന്നിലൂടെയാണ്. സ്കൂൾ മുറ്റത്തുകൂടി വാഹനങ്ങൾ അമിത വേഗതയിൽ പോകാൻ തുടങ്ങിയതോടെയാണ് ഗേറ്റിടാൻ ആലോചിച്ചത്. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇത്തവണ കളക്ടറുടെ ഉത്തരവിലാണ് ഗേറ്റ് ഇട്ടത്. വണ്ടികൾ ഒത്തിരി അമിത വേഗത്തിലാണ് കടന്നു പോകുന്നത്. കുട്ടികൾ താഴോട്ട് ടോയ്ലറ്റിൽ പോകാനൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അപകടാവസ്ഥയാണത്. അപ്പോൾ ഇത് വെച്ചത് വളരെ ഉപകാരം. സ്കൂളിന് പിന്നിലെ താമസക്കാർക്ക് വേറെ കോൺക്രീറ്റ് വഴിയുണ്ട്. പക്ഷേ ദൂരെ കൂടുതലും കുത്തനെയുള്ള കയറ്റവുമാണ് പ്രശ്നം. അവരിപ്പോൾ വന്ന് പറയുന്നു ഇത് കെട്ടിയടയ്ക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു ഞങ്ങൾക്ക് സൈഡിൽ കൂടെ വഴി തരാമെന്നും ഞങ്ങളെ അന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇപ്പോൾ ചെയർമാൻ ആ സ്ഥലത്ത് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലം വഴി ആ സൈഡിൽ കൂടെ തരണം. സ്കൂൾ കെട്ടിയടച്ചോ, കുട്ടികളുടെ സുരക്ഷിതത്വമോ, ഞങ്ങളുടെയും കുട്ടികളിലൂടെ പഠിച്ചോ. ഈ ഗേറ്റ് ഇവിടെ ഇട്ടത് കൊണ്ട് ഈ സ്കൂളിൽ നടക്കുന്ന അക്രമ പരിപാടികൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതും കൂടെ നിർത്തലാക്കിയാൽ വളരെ നല്ലതായിരിക്കും. കഴിഞ്ഞ വർഷം സ്കൂൾ വളപ്പിൽ കടന്ന സാമൂഹ്യ വിരുദ്ധർ സ്കൂൾ ബസും സ്കൂൾ ജനൽ ചില്ലുകളും തകർത്തിരുന്നു. മീഡിയ 1 പത്തനംതിട്ട.